ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിനൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ നിങ്ങളുടെ നടുവിൽ ഒരു ദിവസം കൂടെ ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ശക്തിയോടെ വെളിപ്പെടുന്നോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ മിനിസ്ട്രിക്ക് വളരെ അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ അഭിഷക്തൻ, ഈ മിനിസ്ട്രിയുടെ എല്ലാ മേഖലകളിൽ കർത്താവിനെ ഉയർത്തുന്ന എല്ലാ അഭിഷക്ത ദേവദാസന്മാർ ദേവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിനിസ്ട്രിയുടെ ഓരോ തലത്തിലുള്ള വളർച്ചകൾ കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് പിന്നെയും വർദ്ധിപ്പിക്കട്ടെ. 2024 വർധനവിൻ്റെ ഒരു സീസൺ ആവട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യും എന്ന് വിശ്വാസമുള്ള എല്ലാവരും കരം ഉയർത്തി ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ സ്ട്രക്കല്ല. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം ആരാധനയ്ക്ക് നൽകിയ പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രിയാൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശക്തിയോടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നല്ലോ. ദൈവം പിന്നെയും അവരെ വർദ്ധിപ്പിക്കട്ടെ. അവരുടെ പാട്ടുകളിൽ അസാധാരണമായ ഒരു ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിച്ച് അവരിൽ കൂടെ വിടുതലുകൾ, അവരുടെ പാട്ടിനകത്ത് വിടുതലുകൾ, ആരാധനയിൽ വിടുതലുകൾ ശക്തിയോടെ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് കിന്നരത്തിനകത്ത് അഭിഷേകം വ്യാപരിച്ചെന്ന്. ഹല്ലേലൂയ. നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ പാടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പാട്ട് പാടുമ്പോൾ അഭിഷേകം വ്യാപരിക്കും. ചില അശുദ്ധാത്മാക്കൾ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. വിട്ടുപോകും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ആരാധനകളുടെ നടുവിൽ ആ ഒരു വിടുതൽ നടക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ആത്മാവിൽ കൃപയുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നിലയിൽ പ്രിയ ജെസ്സി ആൻറ്റി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കും വഴികൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആവലോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണം. പ്രാർത്ഥിച്ച അഭിഷേക് ദേവദാസി പറഞ്ഞൊരു പദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുരുത്തിയിൽ ഇന്ന് കർത്താവ് നിറയ്ക്കണം. ആമേൻ. നമ്മുടെ തുരുത്തി നിറയും. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ നമ്മുടെ തുരുത്തികളെ നിറയ്ക്കും. എവിടേക്കോ ശൂന്യമായി കിടക്കുന്നത്, എവിടേക്കോ ഒഴിഞ്ഞു കിടക്കുന്നത് ഇന്ന് രാത്രി സ്വർഗം ഫുൾഫില്ലാക്കും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ആ ഒരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് ഹല്ലേലൂയ. പ്രാരംഭത്തിൽ എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. എവിടേക്കോ ശൂന്യമായി കിടക്കുന്ന ചില തുരുത്തികളെ പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിറയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നമ്മൾ സ്വയമായി ചിന്തിച്ചിട്ട് നിറയ്ക്കാൻ പറ്റാത്തത് സ്വർഗം ഇന്ന് രാത്രി ആത്മാവിൽ നിറയ്ക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ആത്മാവിൽ നിറയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമായ തലത്തിൽ നമ്മുടെ എല്ലാ മേഖലകളെയും പരിശുദ്ധ ആത്മാവ് നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആത്മാവിൽ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ശൂന്യമായ മേഖലകൾ, നിങ്ങളുടെ അടയപ്പെട്ട് കിടക്കുന്ന മേഖലകൾ, നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ കഴിയാതെ ബാൻഡായി നിൽക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിച്ച് ആത്മനിയോഗത്തോടെ നിങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആത്മാവിൽ നിന്ന് രാത്രി സ്വീകരിക്കുന്നവരുടെ മേൽ പരിശുദ്ധ ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഈ പ്രാരംഭ മിനിറ്റുകൾ ശക്തിയോടെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ഈ മിനിറ്റുകൾ നിങ്ങൾ ദയവായി മിസ് ചെയ്യരുത്. പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ നടുവിൽ അസാധാരണമായ ഒരു ദൈവശക്തി ഇന്ന് രാത്രി സ്വർഗം അയക്കും. ഹല്ലേലൂയ. വിടുതൽ കൊണ്ട് ഞാൻ മടങ്ങത്തുള്ള പ്രാർത്ഥനയോടെ വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. യോബിന്റെ പുസ്തകം ഹല്ലേലൂയ 14-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യവും 1-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യവും ആരെങ്കിലും ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഒരു വൃക്ഷമായിരുന്നാൽ അതിനെ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെ പൊട്ടിക്കിളർക്കും. അത് ഇറങ്ങുന്നവർക്ക് വിടാതിരിക്കില്ല. അതിന്റെ വേര് നിലത്ത് കഴുകിയാലും അതിന്റെ കുത്തി മണ്ണിൽ പെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും. ഒരു തൈ പോലെ തളർന്നിടും. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇവിടെ വായിച്ചിട്ടാക്കി. അവൻ ആചരികത്ത് നട്ടിരിക്കുന്നതും നട്ടകാലത്ത് ഫലം കായ്ക്കുന്നതും നിലമാണ്
സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, തന്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഒത്തിരി മെസ്സേജുകൾ ഈ ഭാഗത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പെട്ടെന്ന് ആൻറ്റി എടുത്ത് വായിച്ചു. ഈ ആഴ്ച തന്നെ നിങ്ങൾ മെസ്സേജ് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവം മറ്റൊരു തരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഹല്ലേലൂയ കൊണ്ടുപോകും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇവിടെ വായിച്ചു, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. പ്രത്യാശയുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഞാൻ തളിരിടുമെന്ന്, ഞാൻ പൂക്കും, ഹല്ലേലൂയ, ഞാൻ ഫലം കായ്ക്കുമെന്ന്. കാരണം എന്തുവാ? ഞാൻ വൃക്ഷവാ. കാരണം വേര് ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെല്ലാം ചേർന്ന് എന്നെ വെട്ടിക്കളഞ്ഞാലും, ആരെല്ലാം ചേർന്ന് എൻ്റെ മുകളിൽ മണ്ണിടാൻ നോക്കിയാലും, ഒന്നുകൂടെ ഞാൻ ഇറങ്ങിപ്പറഞ്ഞാൽ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് നിന്നെ അവിടുന്ന് പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു കളഞ്ഞാലോ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്റെ മേൽ വീഴാൻ തുടങ്ങിയാൽ, ഏതു ശക്തിയുടെ നടുവിലോ നീ ആത്മനിയോഗത്തോടെ പൊങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആരൊക്കെയോ ചേർന്ന് പറിച്ചു കളഞ്ഞ മണ്ണിനകത്തു നിന്ന്, അല്ല വെട്ടിക്കളഞ്ഞ മണ്ണിനകത്തു നിന്ന്, നുള്ളിക്കളഞ്ഞ മണ്ണിനകത്തു നിന്ന് ഇന്നു രാത്രി ചിലത് മുള പൊട്ടി പൊങ്ങി വരുന്ന ഒരു കാഴ്ച ആത്മമണ്ഡലത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചില തളിരിനെ ഇന്ന് മുളപ്പിക്കാൻ പോകുകയാ. ഈ വെട്ടിക്കളഞ്ഞ വൃക്ഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. വെട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ, മാറ്റിയിട്ട് കഴിയുമ്പോൾ ഈ വൃക്ഷം അങ്ങ് ഉണങ്ങിപ്പോ. കാരണം എന്തോ? അതിന് ബന്ധമില്ല, വേരുമായിട്ട് ബന്ധമില്ല. പിന്നെ അത് കത്തിച്ച് കളയാനേ കൊള്ളത്തുള്ളൂ. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിൽ യോബിന്റെ പുസ്തകത്തിൽ പറയുകയാ, അത് വൃക്ഷമായി ഉണങ്ങിപ്പോയാലും ഇനി എന്റെ എണ്ണിൽ നിന്ന് ഒരു തളിരില വരത്തില്ലെന്ന്, ഒരു തളിരില വരികത്തില്ലെന്ന് ആര് പറഞ്ഞാലോ, എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങിയാൽ, എന്റെ മേൽ നിയോഗങ്ങൾ ഇന്ന് വെളിപ്പെടാൻ തുടങ്ങിയ, ആത്മാവിൽ നീ ഇന്ന് രാത്രി ഇത് സ്വീകരിച്ചാൽ, ആത്മാവിൽ നിന്ന് നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഇനി തളിരില വരത്തില്ലെന്ന് ആരെല്ലാം ചേർന്ന് നിന്നെ തള്ളിപ്പറഞ്ഞാലോ, ആരൊക്കെയോ ചേർന്ന് നിന്നെ ഒതുക്കി കളഞ്ഞാലോ, നിന്നിൽ നിന്ന് ഒരു തളിരില വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആത്മാവിൽ അങ്ങനെയൊന്ന് സ്വീകരിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് ആത്മനിയോഗത്തോടെ റെഡിയാണ്? ഓ ശബലബദ വൈഡാ രഗദന വൈഡബലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് തളിരില വരാതെ ഉണങ്ങി നിൽക്കുന്ന ചില വൃക്ഷക്കൊമ്പുകൾ ഇന്ന് രാത്രി തളിരിടാൻ പോകുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മനിയോഗത്തോടെ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, നിന്നെ പറ്റി എല്ലാവരും പറഞ്ഞു, നിന്നിൽ നിന്ന് ഒരു ഫലം വരത്തില്ല, നീ ഒരു പാഴ്വൃക്ഷമാണ്, നിന്നിൽ നിന്ന് ഒരു ഫലം വരാൻ യാതൊരു സാധ്യതയുമില്ല, നിന്നെ കൊണ്ടത് കൊള്ളത്തില്ല. നോ നോ നോ. ഹല്ലേലൂയ. അതിനെ ഒന്ന് തിരുത്താൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. നിനക്ക് വേണ്ടി ഒരു സീസൺ. ഹല്ലേലൂയ. പാഴ്വൃക്ഷമെന്ന് പറഞ്ഞവരുടെ മുന്നില്, പാഴ്വൃക്ഷമെന്ന് പറഞ്ഞവരുടെ മുന്നില് ആത്മനിയോഗത്തോടെ ഒന്ന് കിളിർത്തു വരാൻ. ഓ ശബലമന വൈഡാ രഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് വളർന്നു വന്ന നിന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്തു നിന്ന് ഇനി മോള വരത്തില്ല. കാരണം എന്താ? എന്റെ കോടാലി ഇതിന്റെ മുകളിൽ വന്നു, അല്ല എന്റെ ഹല്ലേലൂയ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് ഞാൻ ഇവനെ തകർത്തു കളഞ്ഞു. നിന്നെ നോക്കി പിശാച് അങ്ങനെ വിധി എഴുതുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നിയോഗമുള്ള ദൈവമക്കൾ, ആത്മകൃപ പ്രാപിച്ച ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ പറ, ഇല്ല, ഞാൻ ഇതിൽ നിന്ന് നിയോഗത്തോടെ പുറത്തു വരുമെന്ന്. ഓ ശബലമന വൈഡാ രഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് മുള പൊട്ടുകയാ, ചിലത് മുള പൊട്ടുകയാ. ആരൊക്കെയോ ചേർന്ന്
ഹല്ലേലൂയ മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞ്, കിളിർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കി കളഞ്ഞ ചിലത് ഇന്നൊരു രാത്രി ഒരു താളിരില്ല. ഓ ശബലമന വൈഡാ രഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ എവിടെ കൊണ്ടിട്ടാലും ഹല്ലേലൂയ ഞാൻ കിളിർക്കും. വാ തുറന്നൊന്ന് പറഞ്ഞേ, പിശാചേ നീ എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ കിളിർക്കും, ഞാൻ കിളിർക്കും. നിങ്ങളുടെ വീടുകൾ അത് ഡിക്ലെയർ ചെയ്യ. പിശാച് കേൾക്കട്ടെ. ഹല്ലേലൂയ. പിശാച് കേൾക്കട്ടെ. ഭാവിയുടെ വഴി അടച്ചു കളഞ്ഞ് നിന്നെ തളിർപ്പിക്കാതെ, നിന്നെ മുളപ്പിക്കാതെ, അതിനകത്തു നിന്നൊരു ഫലം കാണാതെ നിന്റെ വഴികളെ അടച്ചു വെച്ച പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി അടിയറ വെക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെയൊക്കെ മുന്നിൽ ഇന്ന് പൈശാചിക മേഖല സറണ്ടർ ആവുന്നു. ഓ ശബലമന വൈഡാ രഗദന ആർത്തരമന വൈഡമനബ. ഹല്ലേലൂയ. നീ ഉണങ്ങിയെന്ന പിശാചി പറയുന്നത്. ഹല്ലേലൂയ. നീ ഉണങ്ങിപ്പോയി, ഇനി നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, അതിന് ജീവനില്ല. ഹല്ലേലൂയ. അത് എഴുന്നേറ്റ് നിൽക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താ? അതിനകത്ത് വേരില്ലല്ലോ, ഞാൻ വെട്ടിക്കളഞ്ഞല്ലോ. ഇല്ല ഇല്ല, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്റെ മേലുള്ള നിയോഗം, എന്റെ മേലുള്ള വാക്തത്വം എന്നെ വെറും ഒരു മണ്ണിനകത്തല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. എന്നെ ആറ്റരികത്താ എന്റെ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിയോഗമുള്ള ദൈവജനോ ആറ്റരികത്താ ഞാൻ നിൽക്കുന്നതെന്ന് ആ പ്രാഗൽഭ്യമുള്ള ദൈവജനം പറയാൻ തുടങ്ങ്. ഇല്ല പിശാചേ, ഈ മണ്ണിനകത്തു നിന്ന് ഒരു വൃക്ഷമായി ഞാൻ പുറത്തു വരുമെന്ന്. ഓ ശബരമന വൈഡാ രഗദന ആർത്തരമന വൈഡവലബ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ചിലര് പൈശാചിക പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിയോഗത്തോടെ പുറത്തു വരികയാ. ഇന്ന് രാത്രി നിയോഗത്തോടെ, ഇന്ന് രാത്രി നിയോഗത്തോടെ. ഓ ശബലബന വൈഡാ രഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണക്കത്തടി എടുത്ത് കത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് നോക്കുന്നു. ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോ അതിനകത്തുനിന്ന് ഒരു മുള വരുന്നു, അതിനകത്തുനിന്ന് ഒരു ഫലം വരുന്നു. എങ്ങനെ? ഒറ്റ രാത്രി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങിയാൽ ഒറ്റ രാത്രി മതി. നിന്റെ ഉണങ്ങിയ മേഖലകൾ, നിന്റെ മരവിച്ച മേഖലകൾ, നിന്റെ വഴി അടഞ്ഞ മേഖലകൾ, നിന്നെ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ മേഖലകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നീ ചാടി കടക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഓ ശബരബന ഗദര വൈഡാ രബന അടഗ ജഗനഗടഗ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ തളിർക്കുകയാ. ആരൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഹല്ലേലൂയ ഒരു തളിർപ്പ്. ഓ ശബരബന വൈഡാ രഗദന. നിന്റെ തലമുറയുടെ ഭാവിയെ നോക്കിയാണ് പിശാച് പറഞ്ഞത് ഇവന്റെ നന്മ നീ കാണത്തില്ലെന്ന്. മാതാവേ, നിന്റെ തലമുറയുടെ ഭാവിയാണ് പിശാച് അടച്ചു വെച്ചിട്ട് പറഞ്ഞത്. ഇവന്റെ നന്മ നീ കാണത്തില്ല, ഈ തലമുറയുടെ നന്മ നീ അനുഭവിക്കത്തില്ല, നിന്റെ കുടുംബത്തിന്റെ നന്മ നീ കാണത്തില്ല, ആ കുഞ്ഞിന്റെ നന്മ നിന്റെ കരം കൊണ്ട് നീ വാങ്ങത്തില്ലെന്ന്. നോ നോ നോ. ഇന്ന് രാത്രി ഒന്ന് തിരുത്താമോ? ഇന്ന് രാത്രി ഒന്ന് തിരുത്താമോ? ഇല്ല പിശാചേ, ഇതിനകത്തു നിന്ന് ഞാനും എന്റെ തലമുറയോ ഒരു പടു വൃക്ഷമായിട്ട്, ഒരു ബലമുള്ള വൃക്ഷമായിട്ട് ഞാൻ പൊങ്ങി വരുമെന്ന്. ഓ ശബലമന വൈഡാ രഗദന വൈഡാ രബലമന. ആത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ നീ കിളിർക്കും. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്താട്ടെ. ആത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഇന്ന് രാത്രി 40 പേരുടെ മേലോ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാ. ഒരു പുതിയ തളിർപ്പിനായി, ഒരു പുതിയ സീസണായി, ഒരു പുതിയ മുള പൊട്ടാൻ നാളുകളായി മുള വരാതെ മൂരടിച്ച് നിൽക്കുന്നത്, വെള്ളമൊഴിക്കുന്നുണ്ട്, എന്നും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെയോ അതിനകത്തു നിന്നൊരു മുള വന്നിട്ടില്ല. സ്വർഗം പറയുന്നു ഇന്ന് രാത്രി ആത്മാവ് നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ആത്മാവ് നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി ഒരു മുള. ഓ
ഓ ശബരമന വൈഡാരഗദന അർത്ഥര വൈഡവലമന യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ഉണങ്ങിപ്പോകത്തില്ലെന്നേ. നീ ഉണങ്ങിപ്പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഞാനൊരു തൈയാകോ, എന്നിൽ നിന്ന് തൈ താളിർ വിടോ. എല്ലാ മേഖലയോ പിശാച് നീ ഒന്നിച്ചടച്ചു പൂട്ടിയാലോ, എല്ലാ മേഖലയിലോ ഒന്നിച്ച് നീ അടച്ചു പൂട്ടിയാലോ, മരണത്തിന്റെ അകത്തേക്ക് ലാസറിനെ കൊണ്ടിട്ടതുപോലെ തള്ളിയിട്ട് കല്ലറ കൊണ്ട് പൂട്ടി വെച്ചാലോ, മരിച്ചവനെ ഉയർപ്പിച്ച ശക്തി ചലിക്കാൻ തുടങ്ങിയ ആ തടി കഷ്ണത്തിനകത്തു നിന്ന്, ഉണങ്ങിയതിനകത്തു നിന്ന് ഒരു സൈന്യം ജീവനോടെ എഴുന്നേക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഓ റബലമന വൈഡാരഗദന, ആത്മാവിൽ നിന്ന് രാത്രി എത്ര പേർ അതിനെ സ്വീകരിക്കുന്നുണ്ട്? ആത്മാവിൽ നിങ്ങൾ എത്ര പേർ അതിനെ കാണുന്നു? ഹല്ലേലൂയ. നിന്റെ എല്ലാ മേഖലയും അടച്ചു വെച്ച്, നിന്റെ എല്ലാ മേഖലയും അടച്ചു വെച്ച്, നിന്റെ വഴികളെ മുഴുവൻ അടച്ച് നിന്നെ ബ്ലോക്ക് ആക്കി ഹല്ലേലൂയ നാളുകളായി നീ ഒരു പരിമിതിക്കപ്പുറം ഉയരാൻ കഴിയാതെ ലിമിറ്റേഷൻസ് ചെയ്ത് നിന്റെ വഴികളെ അടച്ചു വെച്ച ആ പൈശാചിക മണ്ഡലം യേശുവിന്റെ നാമത്തിൽ നിയോഗം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴാൻ തുടങ്ങിയ, പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയ, ഇന്ന് രാത്രി അത് ജീവൻ വെക്കുമെന്ന്. ഓ റബലകന വൈഡാരഗദന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ആരുടെ പേരിനെ വിളിക്കുന്നില്ലെങ്കിലോ നിങ്ങൾ ആത്മാവിൽ സ്വീകരിച്ചോടാ. ഏതു മേഖലയാണ് നിന്നെ ഉണക്കിക്കളഞ്ഞത്? ഏതു മേഖലയാണ് നിന്നെ വരണ്ടാക്കിയത്? ഏതു മേഖലയാണ് നിനക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതിരിക്കുന്നത്? സിസ്റ്ററെ, നാളുകളായി എനിക്ക് നിയോഗമുണ്ട്, നാളുകളായി എനിക്ക് വാഗ്ദത്തമുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം എനിക്ക് അതിലേക്ക് സ്റ്റെപ്പ് എടുക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് അതിലേക്ക് കയറി വരുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, പരിശുദ്ധാത്മാവിന് നീ ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങിയ, പരിശുദ്ധാത്മാവുമായി നീ കണക്ട് ആകാൻ തുടങ്ങിയ ആത്മ നിയോഗത്തോടെ അടുത്തൊരു ജനറേഷൻ, അടുത്തൊരു ഉണർവിനായി നീ കീഴർത്തു വരുമെന്ന്. ഓ റികലമന വൈഡാരഗദന അർത്ഥരമന വൈഡവനവ. ആ നിയോഗത്തോടെ ഇന്ന് രാത്രി ചിലര് പുറത്തു വരികയാ അടുത്തൊരു റിവൈവലിനായി. ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് വെട്ടിക്കളഞ്ഞ ചിലത്, എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, ആരൊക്കെയോ ചേർന്ന് നിയോഗത്തെ വെട്ടിക്കളഞ്ഞത്, നിന്റെ ശുശ്രൂഷയെ വെട്ടിക്കളഞ്ഞത്. ഹല്ലേലൂയ. അടുത്തൊരു നിയോഗത്തിനായി ഇന്ന് രാത്രി നീ ഒരു വൃക്ഷമായി, ഇന്ന് രാത്രി ഒരു വൃക്ഷമായി നീ താളിരിടുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഓ റബലബനഗ ശംദരാദന അർത്ഥരഗദന വൈഡവലബ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇളങ്കൊമ്പ് വിടത്തില്ലെന്ന് നിന്നെ നോക്കി പിശാച് പറയൂ. പക്ഷെ നീ പ്രാപിച്ചിട്ട് പറഞ്ഞോണം, ഇല്ല പിശാചേ, ഇളങ്കൊമ്പ് വിടും, ഇളങ്കൊമ്പ് വിടും. എന്റെ കൊമ്പ് ഉണങ്ങി, എന്റെ കൊമ്പ് ഉണങ്ങി. നാട്ടുകാർ നോക്കുമ്പോ ദേ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷമെന്ന് നിന്നെ നോക്കി പിശാചിന് പറയാൻ എന്റെ ദൈവം അവസരം കൊടുക്കത്തില്ലെന്ന്, എന്റെ ദൈവം അവസരം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. പിശാച് ചിന്തിച്ചിരിക്കുന്ന അതാ, നിന്നെ നോക്കി എല്ലാവരും പറയണോ ഒരു വൃക്ഷമൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ കൊമ്പല്ല ഇപ്പൊ ഉണങ്ങിയിരിക്കുകയാ. ഹല്ലേലൂയ. കൊമ്പിനകത്തു നിന്ന് ഒരു പച്ച കാണാനേ പറ്റത്തില്ല, ഒരു പച്ച ഇല കാണാനേ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയുന്നു ഇല്ല. ഹല്ലേലൂയ. ഇതിനകത്തു നിന്ന് ഞാൻ അവന്റെ സീസൺ തുറക്കുകയാ. ഈ ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന് ഞാൻ അവന്റെ സീസൺ തുറക്കുകയാ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ സീസണ് പരിശുദ്ധാത്മാവ് തുറന്നു വിടുന്നു. ഓ ശബരമന വൈഡാരഗദന അർത്ഥന വൈഡവലബ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരുടെ സീസണെ പരിശുദ്ധാത്മാവ് തുറക്കുക. പിശാച് കാത്തിരിക്കുക നിന്നെ നോക്കി പറയാൻ, നിന്റെ കൊമ്പിനകത്തു നിന്നോ ഒരിലയെങ്കിലും പച്ചയുണ്ടോ? നിന്റെ കൊമ്പിനകത്തു നിന്നോ ഒരിലയെങ്കിലും പച്ചയുണ്ടോ? നാളുകളായില്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നു, പാടാൻ പോകുന്നു, ഉപവസിക്കുന്നു. കൊമ്പിനകത്തു നിന്ന് പച്ചയുണ്ടോ? പച്ചയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കേട്ട് കേട്ട് നാളുകളായില്ലേ? സ്വർഗം പറയുന്നു ഇല്ല. ഹല്ലേലൂയ. അതിനകത്തു നിന്ന്
ഞാൻ ഒരു മുളയെ തുറന്നു വിടുകയാ. അതിനൊരു അകത്തു നിന്ന് ഞാൻ ഒരു മുളയെ തുറന്നു വിടുകയാ. അതിനകത്തു നിന്ന് ഞാൻ അതിനെ പുതിയതായൊന്ന് ഓ ശബരവന വൈഡാരഗദന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇളങ്കൊമ്പ് വരത്തില്ലെന്ന് പറഞ്ഞതിനകത്തു നിന്ന് ഇന്ന് രാത്രി പുതിയതൊന്ന്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ എവിടെയാ നട്ടിരിക്കുന്നത്? എന്നെ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. ഞാൻ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെല്ലാം ചേർന്ന് എന്നെ വെട്ടിക്കളഞ്ഞാലോ, ആരെല്ലാം ചേർന്ന് എന്നെ പറിച്ചു കളഞ്ഞാലോ, ആരെല്ലാം ചേർന്ന് എന്നെ ഒതുക്കിയാലോ ഞാൻ ഫലം കായ്ക്കോ. എന്റെ തലമുറ ഫലം കായ്ക്കോ. എന്റെ മിനിസ്ട്രിക്കകത്ത് ഫലം കാണുമെന്ന്. ഓ റബലബന വൈഡാരഗദന ആർത്തരമന വൈഡവലബ ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് നിന്റെ ശുശ്രൂഷകളെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ നിന്റെ ശുശ്രൂഷകളെ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ നീ ഫലം കായ്ക്കാൻ തുടങ്ങുകയാ. അവിടെ നീ ഫലം കായ്ക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നീ ഒതുങ്ങിപ്പോയ മണ്ണിനകത്ത്, നീ ഒറ്റയ്ക്കായ മണ്ണിനകത്ത്, ഹല്ലേലൂയ, നീ തകർന്ന മണ്ണിനകത്ത് ഇന്ന് രാത്രി നിന്നെ ഒരു മൂളയായി അല്ല ഒരു ഫലമായി ഒരു വൃക്ഷമായി ഇന്ന് രാത്രി ഇന്ന് രാത്രി ചിലതിനെ കർത്താവ് ഉറപ്പിക്കുകയാ. ചിലതിനെ കർത്താവ് ഒന്ന് ഉറപ്പിക്കുകയാ. എവിടെയാ? ആ ചരികത്തേക്ക്, ആ ചരികത്തേക്ക്, നനവുള്ളിടത്തേക്ക്. ഇന്ന് രാത്രി സ്വർഗജനെ പ്ലേസ് ചെയ്യിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും ദിവസം ഉണങ്ങിയാണോ നിന്നത്? ഹല്ലേലൂയ. മുരടിച്ചാണോ നിന്നത്? ഹല്ലേലൂയ. ഫലം കായ്ക്കാൻ കഴിയുന്നില്ലേ? എത്രയോ നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ, പക്ഷെ എനിക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നില്ല. എന്നിൽ നിന്നൊരു ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. സ്വർഗം എന്ന് പറയുന്നു നിന്റെ സീസൺ തുറക്കുകയാ. നിന്റെ സീസൺ തുറക്കുക. 2024 ഫെബ്രുവരി മാസം നീ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് മാർച്ചിലല്ല കായ്ക്കുന്നത്, അത് ഫെബ്രുവരി തന്നെ കായ്ക്കുമെന്ന്. ഓ ശബരമന വൈഡാരഗദന. എത്ര പേർക്ക് ആ ദൂത് അങ്ങനെ തന്നെ സ്വീകരിക്കാം? 2024 ഫെബ്രുവരി ഞാൻ കായ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് ഫലം പുറത്തു വരുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, അത് മാർച്ചിലേക്ക് എന്റെ ദൈവം എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. അത് മാർച്ചിലേക്ക് എന്റെ ദൈവം എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. അത് ഫെബ്രുവരി തന്നെ. അത് ഫെബ്രുവരി തന്നെ. ഓ റബ ശംധരമന വൈഡാരഗദന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് ജോബ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. എന്റെ ഹല്ലേലൂയ വൃക്ഷം, എന്റെ ഹല്ലേലൂയ വൃക്ഷം പൂക്കുമെന്ന്, അത് തളിരിടുമെന്ന്, കായ്ക്കുമെന്ന്. എന്തോ ധൈര്യമല്ലേ? നമ്മക്കാണെ പറ്റുവോ? നമ്മക്കാണെ പറ്റുവോ? അത് പറ്റത്തില്ല. ഹല്ലേലൂയ പറ്റത്തില്ല. കാരണം എന്താ? അകത്ത് നടക്കുമോ എന്നൊരു ചിന്തയുണ്ട്. ഇതൊക്കെ നടക്കുമോ? കേട്ടിട്ടൊക്കെ ഉണ്ട്. ഫലം കായ്ക്കുമെന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അകത്തളത്തിൽ എവിടെയോ ഒരു സംശയം. കായ്ക്കാൻ പറ്റുമോ? ഈ ഉണങ്ങിയ തടിന്നൊക്കെ പുറത്തു വരാനോ? ഇതല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ സ്വർഗം പറയുന്നു ഇല്ല, ആ ഉണങ്ങിയതിന്ന് തന്നെ, ആ ഉണങ്ങിയതിന്ന് തന്നെ ഞാൻ പുറത്തു വരൂ. കാരണം എന്താണെന്ന് അറിയാവോ? അസ്ഥിക്കൂമ്പാരത്തിനകത്തു നിന്ന്, അസ്ഥിക്കൂമ്പാരത്തിനകത്തു നിന്ന് ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ചത്, അതിനകത്തു നിന്ന് ചിലത് ജീവൻ വെച്ചത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഉണങ്ങിയതിനകത്തു നിന്ന് ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഉണങ്ങിയത് പൂക്കുമെന്ന് പറഞ്ഞാൽ, ഉണങ്ങിയത് കായ്ക്കുമെന്ന് പറഞ്ഞാൽ, ഓ ശബരമന വൈഡാരഗദന ആർത്തരമന വൈഡവലബന ഹല്ലേലൂയ. ചില ഉണക്കത്തടികൾ, ഞാൻ അങ്ങനെ തന്നെ പറയാ, ചില ഉണക്കത്തടികള് ഇന്ന് രാത്രി പച്ചയാകാൻ പോകുകയാ. ഇന്ന് രാത്രി കായ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നീ ഉണങ്ങിയത് കാണാൻ കാത്തിരുന്നവരുടെ മുന്നില്, നീ ഉണങ്ങിയത് കാണാൻ കാത്തിരുന്നവരുടെ മുന്നില്, ഹല്ലേലൂയ, ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഹല്ലേലൂയ. ഓ
ശബരബല എല്ലാ ഗോത്രത്തിന്റെയോ വടി നിരത്തി വെച്ചിട്ട് എല്ലാരും പോയി. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അഭിഷേകമുള്ളവന്റെ വടിക്കകത്തോട്ട് നിയോഗ കണക്ട് ആകാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് കണക്ട് ആകാൻ തുടങ്ങി, അഭിഷേകം ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഹല്ലേലൂയ ആ നിയോഗത്തെ കണക്ട് ആക്കി കൊടുക്കാമെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, ഉണങ്ങിയതിന് ഇന്ന് രാത്രി ദൈവം ജീവൻ വെപ്പിക്കുമെന്ന്. ഓ ശബരമന വൈഡാരഗദന അർത്ഥരമന വൈഡവലബ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ചില കുടുംബങ്ങളുടെ ഓണക്ക വേരിനകത്തേക്ക് ഇന്ന് രാത്രി ആത്മ സാന്നിധ്യം ശക്തിയോടെ ചലിക്കുകയാ. ചില ഓണക്ക വേരുകളെ പിഴുതെറിഞ്ഞിട്ട്, ചില ഓണക്ക കമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് ബലമുള്ള 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 പച്ച ഓ റബ ശംദരമന വൈഡവലബ ആർത്തരമന വൈഡാരഗദന. ഇനി നീ ഉണങ്ങി നിൽക്കണ്ടെന്ന്, ഇനി നീ മുരടിച്ച് നിൽക്കണ്ട, ഇനി നീ തളർന്നു നിൽക്കണ്ട. നിന്നെ നോക്കുന്നവർ കാണണം, ഹല്ലേലൂയ ഇത്രയും നേരം ഇത് എവിടെ വെച്ചിരുന്നെന്ന്. നിയോഗം ചലിക്കാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ വിരുന്നുവാഴി ചോദിക്കുന്നു, കുടിച്ച ആൾക്കാർ ചോദിക്കുക, ഇത് ഇത്രയും സമയം എവിടെയായിരുന്നെന്ന്. ഒന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സീസൺ എനിക്ക് വേണ്ടി തുറക്കുമെന്ന്, അങ്ങനെ ഒരു സീസൺ എനിക്ക് വേണ്ടി തുറക്കുമെന്ന്, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. ഈ കാലഘട്ടത്തിൽ ആരും ശുശ്രൂഷിക്കാത്തൊരു തലത്തില്, എല്ലാവരും ശുശ്രൂഷിക്കുന്നത് പോലെയല്ല, എല്ലാവരും നിൽക്കുന്നത് പോലെയല്ല, അടുത്ത ആർക്കും ഹല്ലേലൂയ ഒരു പൈശാചിക മേഖലയ്ക്ക് പിടികൊടുക്കാതെ, ആ പൈശാചിക മേഖലയ്ക്ക് പിടികൊടുക്കാതെ നീ നിൽക്കുന്ന ഒരു സീസൺ തുറക്കുമെന്ന്, നീ നിൽക്കുന്ന ഒരു സീസൺ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞ ആത്മാവിൽ ഇന്ന് രാത്രി. ഓ റബ ശംധരമന വൈഡാരഗദന അർത്ഥരമന വൈഡവലബ അടഗാരഗദന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലതൊക്കെ ഉണങ്ങി നിൽക്കുകയാ ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയുന്നു, ഞാൻ അതിനകത്ത് തളിർപ്പിക്കാൻ തുടങ്ങി. കാരണം എന്നാ? എല്ലാവരും ചേർന്ന് വെട്ടി എന്നെ കളഞ്ഞു, എല്ലാവരും ചേർന്ന് എന്നെ കുഴിച്ചു മൂടി, എല്ലാവരും ചേർന്ന് എന്നെ ഒതുക്കിക്കളയാൻ നോക്കി. പക്ഷെ ഞാൻ പറയും, ഇല്ല, ആരെല്ലാം എന്നെ വെട്ടിക്കളഞ്ഞാലും, ആരെല്ലാം എന്നെ ഒതുക്കിക്കളഞ്ഞാലും ഞാൻ അവിടെ നിന്ന് പുറത്തു വരും, ഞാൻ അവിടെ നിന്ന് പുറത്തു വരും. യോസഫിനെ ഒതുക്കിയത് ആരാ? ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരാ, ഒത്തിരി സ്നേഹിച്ചവരാ, കുഴിയിൽ തള്ളിയിട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, പൊട്ടക്കിണറ്റിൽ വീണാലും ഞാൻ തളിരിടും. ഹല്ലേലൂയ ഞാൻ തളിരിടും. ഹല്ലേലൂയ ഞാൻ തളിരിടും. അതെ അഭിഷക്തമാരെ ഞാൻ തളിരിടും. അതെ ദൈവദാസന്മാരെ ഞാൻ തളിരിടും. ദൈവ മക്കളെ ഞാൻ തളിരിടും. ഹല്ലേലൂയ. പൊട്ടക്കിണറിനകത്ത് ഇടാനേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ, പൊട്ടക്കിണറിനകത്തേക്ക് കൊണ്ടിടാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, 11 താഴെ കിടക്കുമ്പോഴോ ഞാനൊരുത്തൻ നിവർന്നു നിൽക്കുന്നെന്ന് പറഞ്ഞ ആ ദർശനം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ നിയോഗം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചന ശബ്ദം ഞാൻ ഇന്ന് നിങ്ങളോട് കൈമാറുകയാ. നീ കേട്ട ദൂതിനകത്ത്, നീ കേട്ട ദർശനത്തിനകത്ത്, നീ കേട്ട വാഗ്ദത്തത്തിനകത്ത് ഇന്ന് രാത്രി ഒന്ന് പിടിമുറുക്ക്. ഓ ശബലബര വൈഡാരഗദന അർത്ഥരമന വൈഡവലബ. യേശുവിന്റെ നാമത്തിൽ എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. കേട്ട വാഗ്ദത്തത്തിനകത്ത് ഒന്ന് പിടിമുറുക്ക, ഒന്ന് ഹോൾഡ് ചെയ്ത്, നിന്റെ കരത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഹല്ലേലൂയ നീ ഒന്ന് പിടിമുറുക്കുമ്പോ ഉണങ്ങിയെന്ന് പറഞ്ഞിടത്തേക്ക്, ഉണങ്ങിയെന്ന് പറഞ്ഞിടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം, ഒരു ഓവർഫ്ലോ പോലെ ഒഴുകി വരുന്നു, ഒരു ഓവർഫ്ലോ പോലെ. ഓ ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ശക്തിയോടെ ഒഴുകുകയാ, ശക്തിയോടെ ഒഴുകുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ
യോസഫിനെ കൊണ്ടിട്ടപ്പം ഇവര് ചിന്തിച്ചു ഇവന്റെ ലൈഫ് തീർന്നു പോയെന്ന്. ഹല്ലേലൂയ. ഇവൻ ഇനി തളിരിടത്തില്ല, ഇവൻ ഇനി പൊങ്ങി വരത്തില്ല, ഈ കുഴി കൊണ്ട് ഇവൻ തീർന്നു പോയി. ഹല്ലേലൂയ. സഹോദരന്മാരെല്ലാം അതാ ചിന്തിച്ചത്, ഇതുകൊണ്ട് ഇവൻ അവസാനിക്കും, ഇനി മുന്നോട്ട് ഇവന്റെ ലൈഫ് ഇല്ലെന്ന്. പക്ഷെ സ്വർഗം പറഞ്ഞു ഇല്ല, ഞാൻ അവന് ദർശനം കൊടുത്തത് വെറുതെ അല്ല, ഞാൻ അവന് ദർശനം കൊടുത്തത് വെറുതെ അല്ല. ഏതെങ്കിലുമൊക്കെ മേഖലയ്ക്കകത്ത് നിന്നെ നിർത്താമെന്ന് ദൈവത്തിന്റെ പദ്ധതിയോ വാഗ്ദത്തങ്ങളും നാളുകൾക്ക് മുന്നേ നീ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നിന്റെ മുന്നില് സാധ്യതകളില്ല, സാഹചര്യങ്ങളില്ല, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. പക്ഷെ സ്വർഗം പറയുന്നു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തു ഞാൻ നിന്നെ നിർത്തോ, അതിനകത്തു ഞാൻ നിന്നെ നിർത്തോ. ആരെല്ലാം ചേർന്ന് നിന്റെ സ്വപ്നത്തെ വെട്ടിക്കളയാൻ നോക്കിയാലോ, ആരെല്ലാം ചേർന്ന് ഹല്ലേലൂയ നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലോ, നിന്റെ ദർശനത്തെ വെട്ടിക്കളഞ്ഞാലോ, ഞാൻ അതിൽ നിന്ന് ഒരു മൂളയോടെ പൊങ്ങി വരുമെന്ന്. ഓ റാബ ശംദരമന വൈഡ രഗദന. ഹല്ലേലൂയ. തളിർക്കുമോ ദൈവമക്കളെ? ഉൽപ്പത്തി പുസ്തകം 42-ാം വാക്യമൊക്കെ 42-ാം അധ്യായം 10-ാമത്തെ വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ ആ ഭാഗം കാണുന്നുണ്ട്. കുഴിയിൽ തള്ളിയിട്ടവൻ പറയുക അല്ല യജമാനനെന്ന്, അല്ല യജമാനനെന്ന്. ഓ ഹല്ലേലൂയ. സീസൺ തുറക്കുമോ, സീസൺ തുറക്കുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. നിന്റെ കൊമ്പ് തളിർക്കുമോ? എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യമുണ്ട്? എന്നെ തള്ളിയിട്ടവർ, എന്നെ കുഴിക്കകത്ത് കൊണ്ടിട്ടവർ, എന്നെ മൂടിക്കളഞ്ഞവർ. ഹല്ലേലൂയ. ഈ സ്വപ്നം പറഞ്ഞപ്പോ ഇവര് ചോദിച്ചു ഞങ്ങൾ നിന്റെ മുന്നിൽ വണങ്ങാനോ, ഏറ്റവും ഇളയ നിന്റെ മുന്നില് ഞങ്ങൾ വീഴാനോ? നടക്കത്തില്ല. പക്ഷെ 42-ാം അധ്യായമൊക്കെ ആയപ്പോഴത്തേക്ക് പറയും അല്ല യജമാനനെ. സീസൺ തുറക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചു പിടിക്കുന്ന ഒരു സീസൺ നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. സ്വർഗം തുറക്കുന്ന ഒരു വെളിപ്പാടാ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കി കളഞ്ഞെടുത്ത്, നിന്നെ കുഴിച്ചു കളഞ്ഞവരെ കൊണ്ട്, നിന്നെ മണ്ണിടാൻ നോക്കിയവരെ കൊണ്ട്, പൊട്ടക്കിണറ്റിനകത്തേക്ക് തള്ളിയിട്ടവരെ കൊണ്ട് സ്വർഗം തിരിച്ചു വിളിപ്പിക്കുകയാ. ഇന്ന് രാത്രി ചിലരുടെ മേല ആ ഒരു വിടുതൽ ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. ശക്തിയോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ അല്ല യജമാനനെന്ന്. എനിക്ക് ആ ഭാഗം അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പദം അവിടെ വായിച്ചപ്പോൾ അല്ല യജമാനനെന്ന്. ഹല്ലേലൂയ. കുറച്ച് മുന്നേ ചോദിച്ചത് എന്താ? നിന്റെ മുന്നിൽ ഞങ്ങൾ വണങ്ങണോന്ന്. അപ്പം പോലും ചോദിച്ചു നിന്റെ മുന്നിൽ ഞാനോ നിന്റെ അമ്മയോ സഹോദരന്മാരും വണങ്ങി നിൽക്കണമോന്ന്. പ്ലാൻ ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. എലിയാമേന്റി അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. ആമേൻ. ഹല്ലേലൂയ. ആരെല്ലാം കുഴിയിലിട്ടാലും, ആരെല്ലാം കുഴിച്ചിട്ടാലും പ്ലാൻ ഉണ്ടെങ്കിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞ കുഴിയിലിട്ടവന്മാര് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചാക്കും കൊണ്ട് വന്ന് നിൽക്കുക. എന്തിനാ? കുറച്ച് ധാന്യം എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി. എത്ര പേർക്ക് ആ ദൂത് അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ആ ദൂത് അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞപ്പോ കുഴിയിലിട്ടവൻ ഹല്ലേലൂയ ചോദിക്കുകയാ യജമാനനെ, ഞങ്ങള് പ്രശ്നക്കാരല്ല, അല്പ ആഹാരത്തിന് വേണ്ടി ഞങ്ങള് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്ന്. ചാക്കും കൊണ്ട് ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നേ? നിയോഗമുള്ളവന്റെ അടുത്ത്, കുഴിയിലിട്ടവന്റെ അടുത്ത് ഹല്ലേലൂയ വന്ന് നിൽക്കുകയാ. നിന്നെ പടുവൃക്ഷമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞ ആരെല്ലാം ചേർന്ന് ഏതെല്ലാം കോടാലി നിന്റെ തലയുടെ വലത്ത് കൊണ്ടുവച്ചാലോ, ഏതെല്ലാം കോടാലി കൊണ്ട് നിന്നെ വെട്ടിക്കളഞ്ഞാലോ, ഉയരത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ ആത്മനിയോഗത്തോടെ നീ പൊങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഓ ശബലമന വൈഡ രഗദന ആർത്തരമന വൈഡവലമ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുമെന്ന്. ഹല്ലേലൂയ. നോക്കിക്കേ, ചാക്കും കൊണ്ട് വന്ന് നിൽക്കുമ്പോ ഹല്ലേലൂയ നിൽക്കുന്നവർക്ക് പിടി കിട്ടിയില്ല. ഞങ്ങൾ വെട്ടിക്കളഞ്ഞ വൃക്ഷമായതെന്ന്.
ഹല്ലേലൂയ. നിൽക്കുന്നവർക്ക് പിടികിട്ടിയില്ല, വെട്ടിക്കളഞ്ഞ വൃക്ഷവാ, മണ്ണിനടിയിൽ ഞങ്ങള് കുഴിച്ചിട്ട വൃക്ഷമാണെന്ന്. പക്ഷെ നിയോഗമുള്ളവന്, സ്വപ്നം കൊടുത്തവന് അകത്ത് തിരിച്ചറിവുണ്ടായി, അകത്ത് ബോധം വന്നു. എന്താ ഈ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? നാളുകൾക്ക് മുന്നേ ഹല്ലേലൂയ എന്നെ കുഴിയിലിട്ടവർ, ഹല്ലേലൂയ എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവർ, ആരെല്ലാം ചേർന്ന് നിന്നെ വെട്ടിക്കളഞ്ഞാലും നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ പുറത്തു വരും. ഓ റബ ശാന്തരമന വൈഡബലബ, യേശുവിന്റെ നാമത്തില് ചിലതിന് രാത്രി പുറത്തു വരികയാ. ആരൊക്കെയോ ചേർന്ന് നിയോഗത്തിലേക്ക് പൊങ്ങി വന്നപ്പോൾ ഒരു പരിധിക്കപ്പുറം നിനക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിയാതെ മിനി ജിബി കോശി ഡിവൈസിലിരിക്കുന്ന പ്രിയാന്റി, പരിശുദ്ധാത്മാ പറയുന്നു, ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് നിന്നെ ഒതുക്കിക്കളഞ്ഞ നിന്റെ നിയോഗത്തിൽ വേണ്ട പോലെ നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ, വേണ്ട പോലെ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ മണിക്കൂറുകളോളം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നത് ഇപ്പോൾ നിനക്കതായിരിക്കുവാൻ കഴിയാതെ നിന്റെ മേഖലയെ ഒതുക്കി കളഞ്ഞത് ഇന്ന് രാത്രി സ്വർഗ്ഗം നിന്റെ മേൽ തുറന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നിന്റെ മേൽ ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. ഒരു പുതിയ കിളിർപ്പ്, പുതിയൊരു കിളിർപ്പ്. നിന്നെ നോക്കി എല്ലാവരും പറയുന്നു നിന്നിൽ നിന്നൊരു കിളിർപ്പ് വരത്തില്ലെന്ന്, നിന്നിൽ നിന്നൊരു മുള വരത്തില്ല, നിന്നിൽ നിന്നൊരു തളിര് വരത്തില്ല, ഉണങ്ങിയ കമ്പായിട്ട് എന്നും നിൽക്കത്തേയുള്ളൂ. നോ, ഇല്ല. നിന്നിൽ നിന്ന് തന്നെ, ഉണങ്ങിയ നിന്നിൽ നിന്ന് തന്നെ, നിന്റെ പേരുള്ള വേറെ ആരിൽ നിന്നുമല്ല, നിന്റെ പേരിലുള്ള വേറെ ആരിൽ നിന്നുമല്ല, നിന്നിൽ നിന്നു തന്നെ. ഓ റിബാലബര വൈഡബാലബ ആർത്തരമന വൈഡബലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ചിന്തിച്ചില്ല കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരാള് ഈ രാജ്യത്തുണ്ടാകുമോന്ന്, യോസഫ് ഉണ്ടാകുമോന്ന്, ഇവന്റെ മുന്നിൽ കൊണ്ട് ഈ ചാക്കും കൊണ്ടുപോയി നിൽക്കേണ്ടി വരുമോന്ന്, ഇവനോട് അളന്ന് മേടിക്കേണ്ടി വരുമോന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. പൊട്ടക്കിണറ്റിനകത്തേക്ക് തള്ളിയിട്ടപ്പോൾ ചിന്തിച്ചില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തീയുള്ളവൻ കുഴിക്കകത്തേക്ക് വീഴുമ്പോൾ ഞാനിങ്ങനെ പറയാ, കുഴിക്കകത്തേക്ക് വീഴുമ്പോൾ ഞാൻ പറയാ, അവനെ താങ്ങുന്ന ഒരു കര ആ പൊട്ടക്കിണറ്റിനകത്ത് നിയോഗത്തോടെ വെളിപ്പെട്ട് വന്ന മുകളിൽ നിന്ന് തള്ളിയിടുന്ന ചേട്ടന്മാരുടെ കരത്തിൽ നിന്ന് അവൻ ചെന്ന് വീഴുന്നത് ആ ദർശനം കൊടുത്തവന്റെ കരത്തിലേക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ, ആ സ്വപ്നം കൊടുത്തവന്റെ കരത്തിലേക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്ന് രാത്രി ചിലതൊക്കെ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് നിയോഗത്തോടെ പുറത്തു വരുന്നു. ഓ റിബാലബ ശംദരമന വൈഡബാലബ. ആർക്കോ വേണ്ടി ഇന്ന് രാത്രി ആ പൊട്ടക്കിണറ്റിനകത്ത് ഒരു കരം ഇറങ്ങുകയാ. എന്തിനാണെന്നറിയാമോ? നിന്നെ തളിർപ്പിക്കാൻ വേണ്ടി. കുഞ്ഞെ, പൊട്ടക്കിണർ കൊണ്ട് നിന്റെ ലൈഫ് അവസാനിക്കത്തില്ല. ഈ പൊട്ടക്കിണറല്ല നിന്റെ ജീവിതം. ഇതിനകത്തു നിന്ന് ഞാൻ നിനക്ക് തന്ന വാഗ്ദത്തത്തെ, ഞാൻ നിനക്ക് തന്ന ദർശനത്തെ, ഞാൻ നിനക്ക് തന്ന സ്വപ്നത്തെ പൂർത്തിയാക്കാൻ ഇതിനകത്തു നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നിന്നെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അത് ശക്തിയോടെ ചലിക്കുകയാ. ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേരത് സ്വീകരിക്കുന്നുണ്ട്? ആത്മാവിൽ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ഉണങ്ങിയ ചില മേഖലകൾ ഇന്ന് രാത്രി തളിരിടാൻ പോകുകയാ. ഉണങ്ങിയ ചില മേഖലകൾ, കുടുംബത്തിനകത്ത് സാമ്പത്തിക മേഖലയിൽ ഉണങ്ങിക്കിടക്കുന്ന ചില മേഖലകൾ സ്വർഗം ഇന്ന് രാത്രി ഈ ഫെബ്രുവരി മാസം അവസാന ദിവസങ്ങളിൽ അടുത്തു നിൽക്കുമ്പോൾ സ്വർഗം അതിനകത്ത് ഒരു തളിർപ്പുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആത്മാവിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ദൂതിനെ നിങ്ങൾ പിടിക്കുക. ആത്മാവിൽ നിങ്ങൾ ദൂതിനെ നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത്, നിങ്ങളുടെ തലമുറകളുടെ ഭാവിയുടെ വഴികളിൽ അടയപ്പെട്ട് കിടക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രി ഒരു ജീവൻ വെക്കുന്നു. ഓ റബ ശംദരാമന വൈഡാരഗദന
യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫ് ചിന്തിച്ചത് എന്താ? ഹല്ലേലൂയ. എല്ലാവരും ചിന്തിച്ചു പൊട്ടക്കിണറ്റി തള്ളിയിട്ടു തീർന്നു. പക്ഷെ ഇല്ല, അതിനകത്തു നിന്ന് ഇവന്റെ മുന്നില് പോയി നിൽക്കാൻ കർത്താവ് ഒരു നിയോഗമുണ്ട്. നിന്നെ തള്ളിയിട്ടവർ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സീസൺ തുറക്കുമെന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്നെ തള്ളിയിട്ടവര് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവർ, നിന്നെ വഴി അടച്ചത്, നിന്റെ ഭാവിയുടെ വഴിയെ ബ്ലോക്ക് ചെയ്തത്, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ വഴി അടച്ചു കളഞ്ഞത്, നിന്റെ കുടുംബത്തെ വേരോടെ ഇല്ലാതാക്കാൻ നോക്കിയത്, നിന്റെ കുടുംബജീവിതത്തെ തകർത്തു കളഞ്ഞത്, ഹല്ലേലൂയ, ആ പൈശാചിക മണ്ഡലത്തിന് യേശുവിന്റെ നാമത്തില് അതിന്റെ മേലൊന്ന് ജയമെടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ. 14-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യോബ് പറഞ്ഞു, 29-ാം അധ്യായമൊക്കെ ആവുമ്പോഴത്തേക്ക് പറയുക, എന്റെ വേർ വെള്ളത്തോടെ പടർന്നു ചെല്ലുമെന്ന്. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം ഒത്തിരി ഇഷ്ടമാണ്. 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കുമെന്ന്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നീ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിനക്ക് വേണ്ടി. ചില മേഖലകളിലൊക്കെ നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന ചിലർ നമ്മളെ തേടി വരും. ഹല്ലേലൂയ. ചിലർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മളെ തേടി വരാത്തത്, ഹല്ലേലൂയ, നമ്മളെ അങ്ങോട്ട് ചെന്ന് നമ്മൾ എപ്പോഴും ഹല്ലേലൂയ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ചില മേഖലകളിൽ നീ സൈലന്റായി ഒന്ന് ഇരുന്ന് കൊടുക്കാമെങ്കിൽ നിന്നെ തേടി വരുന്ന നോക്കിയേ, ഭക്തനിവിടെ പറയുകയാ, ഹല്ലേലൂയ, മഴയ്ക്കെന്നതുപോലെ അവർ എനിക്കായി കാത്തിരിക്കുമെന്ന്. ആരാ? പോയി മരിക്കാൻ പറഞ്ഞവര്, പോയി ചാകാൻ പറഞ്ഞവര്, നീ തളിരിടത്തില്ലെന്ന് പറഞ്ഞവര്, നിന്റെ ശരീരത്തില് ഇനി കൊള്ളത്തില്ലെന്ന് പറഞ്ഞവര്, ഈ രോഗം കാരണം ഞങ്ങൾക്ക് അടുത്തു വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവര്, നിന്നെ കൊണ്ട് ഇനി ജീവനില്ലെന്ന് പറഞ്ഞവര്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. ഓ റാബ ശംദരമന വൈഡമാരബ. ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞവര്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞവര്, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ മുന്നിൽ നിന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞ ആത്മാവിൽ അങ്ങനെയൊന്ന് സ്വീകരിക്കുക. ഒരു കാലത്തിൽ നീ അല്പ വചനം പറയാമെന്ന് പറഞ്ഞ അടുത്തു ചെന്നവർ നിന്നെ ഓടിച്ചു വിട്ട്, നിന്നെ മാറ്റിവിട്ട്, അവർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അവർ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സീസൺ. നീ ഉണങ്ങിയിരുന്ന പക്ഷെ ഹല്ലേലൂയ ആരും വെയിറ്റ് ചെയ്യത്തില്ല. എല്ലാരും പറയും പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇന്നും അവന്റെ അവസ്ഥ ഉണങ്ങിയിരിക്കുക. പക്ഷെ സ്വർഗം പറയുന്നു ഇല്ല. പൊട്ടക്കിണറ്റിൽ വീണാലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുവന്നിട്ടാലും വാക്ത ദർശനമുണ്ടോ സ്വപ്നമുണ്ടോ, എന്റെ കറ്റ എഴുന്നേക്കും. ആമേ, എന്റെ കറ്റ എഴുന്നേൽക്കും. ആരുടെയും കറ്റ എഴുന്നേറ്റുന്നില്ലെങ്കിലോ ഈ ദേശത്ത് ഉണങ്ങിയ ഒരുപാടെണ്ണം ഉണ്ട്. ഉടങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. ഒരില പോലും പച്ചയില്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരില പോലും ഹല്ലേലൂയ പച്ച കാണാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. ആരുടെ കൊമ്പ് പൂത്തില്ലെങ്കിലോ, ഹല്ലേലൂയ, ഒരിടത്തും ഫലം വന്നില്ലെങ്കിലോ, ഹല്ലേലൂയ, ഒരിടത്തും ഹല്ലേലൂയ തളിരിട്ടില്ലെങ്കിലോ, നിയോഗമുള്ള എന്റെ മേൽ വാഗ്ദത്തമുള്ള എന്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ ഞാൻ തളിരിടുമെന്ന്. എന്റെ കറ്റ എഴുന്നേൽക്കു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ പ്രവചനാത്മാവിൽ കൈമാറുകയാ. കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കാലം എത്ര കഴിഞ്ഞാലും എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കോ. വായി തുറന്നൊന്ന് പറഞ്ഞാട്ടെ, എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കോ. അതിന് പൊട്ടക്കിണർ എനിക്ക് പ്രശ്നമല്ല, പൊത്തീപറിന്റെ ഭവനം എനിക്ക് പ്രശ്നമല്ല, ഹല്ലേലൂയ, ഒരിടം എനിക്ക് പ്രശ്നമല്ല. ആരെല്ലാം എന്നെ മറന്നാലോ ഓർക്കാമെന്ന് പറഞ്ഞ സകല എണ്ണം എന്നെ മറന്നു പോയാലും, ഓ
റബല ഹദരിയാദന വൈഡബ രഗദന. ഓർക്കാമെന്ന് പറഞ്ഞ സകലരു ഓർക്കുന്ന ടൈം ആവുമ്പോൾ മറന്നു പോകും. പക്ഷെ സ്വർഗം പറയുന്നു, ആരെല്ലാം മറന്നാലോ വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തൂ. ആരെല്ലാം മറന്നാലോ, ആരെല്ലാം നിന്നെ വിടക്കെണ്ണിയാലോ, ആരെല്ലാം നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലോ, ആരെല്ലാം നിന്നെ പറ്റി അപവാദം പറഞ്ഞാലോ, വേറെ ദോഷം പറഞ്ഞാലോ, നിന്റെ സീസൺ തുറക്കുമ്പോൾ അതിനെ ചവിട്ടി താർത്തിയിട്ട് നീ ആത്മ നിയോഗത്തോടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന്. ഓ റിഖലമന. ചിലരിന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുക. ചില കാലുകളിൽ ആ ഒരു ബലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറന്നു വിടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പൊട്ടക്കിണറ്റിനകത്തു നിന്ന്, ആ വഴുതി പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, തീർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഗന്ധം വന്നാൽ, ഹല്ലേലൂയ, വെള്ളത്തിന്റെ സാന്നിധ്യം വന്നാൽ നീ എഴുന്നേൽക്കും. ഏതു പഴകിയ കുറ്റിക്കകത്തു നിന്നും നീ എഴുന്നേൽക്കും. പൗലോസിനെ തകർക്കാൻ ഏതെല്ലാം പദ്ധതി ഒരുക്കി, ഏതെല്ലാം കെണികൾ കൊണ്ടുവന്നു. കപ്പലിനകത്ത് പ്രശ്നം, ഒത്തത്തി പ്രശ്നം, ആകപ്പാട പ്രശ്നം, എവിടെ ചെന്നാലും പ്രശ്നം. അത് കഴിഞ്ഞൊരു ദ്വീപിലെത്തി, അവിടെയും പ്രശ്നം. നമ്മൾ ചിന്തിക്കും എവിടെല്ലാം ചെന്ന് ഈ പ്രശ്നമൊക്കെ വരുന്നത് നമ്മളൊരു വലിയ പ്രശ്നക്കാരനായതുകൊണ്ടാ, അല്ല ഞാനൊരു പ്രശ്നക്കാരിയാകുന്നതുകൊണ്ടാ. ഇങ്ങനെ ഒന്ന് മാറി പ്രശ്നക്കാരി ആയതുകൊണ്ടല്ല, നിന്റെ മേൽ വാക്തത്വം ഉള്ളതുകൊണ്ടാ. ഹല്ലേലൂയ. നീ ഒരു പ്രശ്നക്കാരി ആയതുകൊണ്ടല്ല. എല്ലാരും പറഞ്ഞോട്ടെ നീ കുഴപ്പക്കാരനാന്ന്, എല്ലാരും പറഞ്ഞോട്ടെ നിന്റെ സ്വഭാവം മോശമാണെന്ന്, ഹല്ലേലൂയ, നീ കൊള്ളത്തില്ലെന്ന്. പക്ഷെ സ്വർഗം പറയുന്നു, ഇല്ല, അടുത്ത നിയോഗത്തിനകത്തേക്ക് എനിക്ക് കാലെടുത്ത് വെപ്പിക്കാൻ പൗലോസേ, നിന്റെ കയ്യിൽ അണലി കുടുങ്ങണം. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുക, നിന്റെ കയ്യിൽ അത് തൂങ്ങണം. അത് തൂങ്ങണം. ആ ചത്തു വീഴുമെന്ന് അവര് പറഞ്ഞോട്ടെ, പക്ഷെ ഹല്ലേലൂയ, അത് തൂങ്ങിയാലോ അതിനെ കൊടഞ്ഞു കളഞ്ഞിട്ട് നിയോഗത്തോടെ പൊങ്ങി വരാൻ ഒരു അഭിഷേകം. ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഈ ദ്വീപിനകത്തേക്ക് എത്തിയപ്പോ ഈ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഒരു വലിയ വൃക്ഷമായിട്ടായിരിക്കും പൗലോസ് കാലെടുത്ത് വെച്ചത്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങനെ പറയാം കേട്ടോ. നിങ്ങൾ നാളെ വായിച്ചിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ ഇനി കമന്റ്സ് ഒന്നും ഇടല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ചിന്ത ഞാനങ്ങ് പറയുക. കാരണം എന്താ, ഉണങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരി വന്നു, തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരി വന്നു. വെള്ളത്തിനകത്ത് വെച്ച് തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഒരുക്കി. പക്ഷെ അതിനകത്തു നിന്നു കാരാഗ്രഹത്തിനകത്തു നിന്നു അതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞിടത്തു നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്റെ അകത്ത് പകർന്ന്, ആത്മാവിന്റെ ശക്തി നിന്റെ അകത്ത് പകർന്ന് നിന്നെ അടുത്തൊരു നിയോഗത്തോടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പൗലോസേ, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിന്നെ ഒരു വൃക്ഷമാക്കി എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഒരു ഗന്ധം ദൈവം നൽകുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ, അത് വെറുതെ അല്ല. അടുത്തൊരു ശുശ്രൂഷയ്ക്കായി, അടുത്തൊരു നിയോഗത്തിനായി, അടുത്തൊരു വാഗ്ദത്തത്തിനകത്തേക്ക് നിന്നെ എന്റെ ദൈവം വലിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ ആത്മാവിൽ കാണുക, ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പുതിയൊരു നിയോഗത്തിന് വേണ്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ, ആരും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ണിനകത്ത്, ആരും നീ വളരത്തില്ലെന്ന് പറഞ്ഞ മണ്ണിനകത്ത്, വേറെ രാജ്യത്ത് കൊണ്ടല്ല, നിന്നെ ഒതുക്കിയ മണ്ണിനകത്ത് വെച്ച് തന്നെ, നീ തകർന്ന മണ്ണിനകത്ത് വെച്ച് തന്നെ, നീ ഉടഞ്ഞ മണ്ണിനകത്ത് വെച്ച് തന്നെ നിന്നെ ഒരു വൃക്ഷമായി. വേറൊരിടത്ത് കൊണ്ടിട്ട് നിന്നെ മാനിക്കുമല്ല. ഏതു ദേശത്ത് വെച്ചാ നിന്നെ നോക്കി ആൾക്കാർ പറഞ്ഞത് നീ ഉണങ്ങിപ്പോയെന്ന്, ഏത് പട്ടണത്തിൽ വെച്ചാ നിന്നെ നോക്കി ആൾക്കാർ പറഞ്ഞത് നീ ഉണങ്ങിപ്പോയി, അവന് ഒരു തളിര് വരത്തില്ലെന്ന്, അവൻ ഇല്ലാതെയായി, അവന്റെ ലൈഫ് കഴിഞ്ഞു, അവന്റെ ഹിസ്റ്ററി ഇതുകൊണ്ട് അവസാനിച്ചു, അവന്റെ പേര് ഇവിടം കൊണ്ട് തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി
ശംദരമന വൈഡ. ജോ, നിനക്ക് സ്വീകരിക്കാൻ പറ്റുമത്? ഹല്ലേലൂയ. നീ തകർന്ന മണ്ണിനകത്ത്, നിന്നെ ഉടഞ്ഞ മണ്ണിനകത്ത്, ഹല്ലേലൂയ, നീ ഇല്ലെന്ന് പറഞ്ഞ മണ്ണിനകത്ത് വേറൊരിടത്ത് കൊണ്ടല്ല, വേറൊരിടത്ത് കൊണ്ടല്ല, അവിടെ വെച്ച് തന്നെ, അവിടെ വെച്ച് തന്നെ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ തലയെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. ഓ ശബലമന വൈഡബാലബ. നീ വേറെങ്ങും ഓടിപ്പോകണ്ട കേട്ടോ, നീ വേറെങ്ങും ഓടിപ്പോകണ്ട. എന്താ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഉണങ്ങിപ്പോയി, അടുത്തടത്തേക്ക് എന്നെ പറിച്ച് നടന്നും പറഞ്ഞ് നീ ഓടിപ്പോകാൻ നിൽക്കല്ലേ, നീ ഓടിപ്പോകാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിന്നെ തളിർപ്പിക്കാൻ ഒരു മണ്ണിന്റെ ദൈവം ഹല്ലേലൂയ പ്ലാൻ ചെയ്ത് നിന്നെ തളിർപ്പിക്കാൻ ഹല്ലേലൂയ ഒരു സ്ഥലം എന്റെ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിന്നെ ഫലമുള്ളതാക്കാൻ. ഓ ശബലമന വൈഡബാലബ അർത്ഥരമന വൈഡാരഗദന. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഉണങ്ങിയ അവസ്ഥകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ഇത് ഈ ദേശത്തിന്റെ പ്രശ്നമാ, ഹല്ലേലൂയ, ഇവിടുത്തെ പ്രശ്നമാന്ന് പറഞ്ഞ് നീ എങ്ങും ഓടിപ്പോകാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ച മണ്ണിനകത്ത് വെച്ച്, നിന്നെ തകർത്ത മണ്ണിനകത്ത് വെച്ച് നിന്നെ ഒരു വൃക്ഷമായി, ഒരു നോർമൽ വൃക്ഷമല്ല, നല്ല ഇലയുള്ള, നല്ല പച്ചയായ, ഹല്ലേലൂയ, നല്ല പച്ചയായ ഒരു വൃക്ഷമായി. ഓ ശബരബര വൈഡബാലബ അർത്ഥരമന വൈഡാരഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഉണങ്ങിയ വൃക്ഷത്തെ ആരെങ്കിലും ഒക്കെ നോക്കുവോ? ആരും നോക്കത്തില്ല. കാരണം എന്നാ? ഉണങ്ങിയ വൃക്ഷത്തിൽ ആരും നോക്കത്തില്ല, ഒരു പക്ഷി പോലും വന്നിരിക്കത്തില്ല. ഹാലലി. ഉണങ്ങി ഏതെങ്കിലും വൃക്ഷത്തിനകത്ത് ഹാലലി ഏതെങ്കിലും ഒരു പക്ഷിയെങ്കിലും വന്നിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹാലലുയ. പക്ഷെ ഹാലലി നനഞ്ഞ ഒരു പച്ച ഇലയുള്ള വൃക്ഷങ്ങൾക്കകത്ത്, അല്ലെ നല്ല ആരോഗ്യമുള്ള വൃക്ഷങ്ങൾക്കകത്ത് എന്തേരം പക്ഷികളാ വന്നിരിക്കുന്നത്. കൂട് കൂട്ടുന്നു, അവർ സന്തോഷിക്കുന്നു. ഹാലലുയ. ഇതാ ഞാൻ നേരത്തെ വായിച്ചത്, മഴയ്ക്കെന്നതുപോലെ. ഹാലലുയ, മഴയ്ക്കെന്നതുപോലെ. അപ്പൊ നിങ്ങൾക്ക് ആ ദൂത് പിടികിട്ടിയില്ലെങ്കിലോ ഇപ്പൊ ഞാൻ പറയാ, അങ്ങനെ ഒരു സീസൺ നിനക്ക് വേണ്ടി തുറക്കുകയാ. ഉണങ്ങി ഇരുന്നിടത്ത് നിന്ന്, ഉണങ്ങി ഇരുന്നിടത്ത് നിന്ന് ചിലരെ ദൈവം നിയോഗത്തോടെ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുക. എന്താ? നിനക്ക് അനുഗ്രഹമാകുന്നതിനോട് കൂടെ മറ്റുള്ള ചിലർക്കും കൂടെ, മറ്റുള്ള ചിലർക്കും കൂടെ നിന്നെ കൊണ്ട് എന്റെ ദൈവം അനുഗ്രഹമാക്കാൻ. ഓ റബാലബന വൈഡബാലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണങ്ങിയിരുന്നാൽ എന്നും ഉണങ്ങിയിരിക്കാം, പക്ഷെ ഹല്ലേലൂയ ജീവൻ വെക്കാൻ തുടങ്ങിയാൽ നിന്റെ മേൽ പുതിയ ഇലകൾ വരും. ഹല്ലേലൂയ. പുതിയ ഇലകൾ വന്നാൽ എല്ലാവരുടെയും നോട്ടം നിന്നിലേക്കാകും. എല്ലാവരും നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. എല്ലാവർക്കും നിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന അനുഗ്രഹമായിട്ട് തോന്നും, നിന്റെ ആരാധന അനുഗ്രഹമായിട്ട് തോന്നും, നിന്റെ വചന ധ്യാനം അനുഗ്രഹമായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെ തോന്നണമെങ്കിൽ ഹല്ലേലൂയ നമ്മള് ഈ എന്താ പറയാ, എൻ്റെ ഈ ഭാഷയിലൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ചത്ത പോലെ ഉണങ്ങി ഹല്ലേലൂയ വയ്യാതൊക്കെ ഇങ്ങനെ ഇരുന്നാൽ. പക്ഷെ അതല്ല, എത്ര വയ്യേലും കയറി നിൽക്കുമ്പോ പെട്രോളിന് തീ പിടിച്ച പോലെ കത്താൻ തയ്യാറാണെങ്കിൽ, പെട്രോളിന് തീ പിടിച്ചതുപോലെ ഹല്ലേലൂയ ആത്മാവിലൊന്ന് പൊങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ ചില പൈശാചിക മേഖലകളിൽ നീ ജയിക്കാൻ തുടങ്ങുകയാ. നിന്നെ ഹല്ലേലൂയ മരമാക്കി കളഞ്ഞെടുത്ത്, നിന്നെ ഉണക്കി കളഞ്ഞെടുത്ത്, നിന്റെ ശരീരത്തെ ഉണക്കി കളഞ്ഞത്, നിന്റെ മനസ്സിനെ ഉണക്കി കളഞ്ഞത്, നിന്റെ സാമ്പത്തിക മേഖലയെ ഉണക്കി കളഞ്ഞത്, ഇന്ന് രാത്രി തളിരിടാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവിൽ നിങ്ങൾ അത് സ്വീകരിക്കുക. ശുശ്രൂഷ മേഖലകളിൽ വളരണമെന്നുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. നാളുകളായി എനിക്ക് തളിരിടണമെന്നുണ്ട്. എന്നിൽ നിന്നൊരു ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ ഇന്ന് പറ, കർത്താവേ വെള്ളത്തിന്റെ ഗന്ധം എന്നിലൊന്ന് തട്ടട്ടെ, വെള്ളത്തിന്റെ ഗന്ധം എന്നിലൊന്ന് തട്ടട്ടെ, ആത്മനിയോഗം എന്നിൽ നിന്ന് പുറത്തു വരട്ടെ. ഞാൻ ഇങ്ങനെ പറയാം, ആത്മാവ് നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങിയ, ആത്മാവ് നിന്റെ മേൽ
ചലിക്കാൻ തുടങ്ങിയ രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ മുന്നില് ഹല്ലേലൂയ സ്വതവേ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, നീ കാലെടുത്ത് വെക്കുമ്പോൾ ചില രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുന്നിൽ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്പോർട്ടുകളിൽ രാജ്യങ്ങളുടെ സീലുകൾ വരുമെന്ന് ഞാൻ പറഞ്ഞ ആത്മാവിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് സ്വീകരിക്കുക. രാജ്യങ്ങളുടെ സീലുകൾ, ഒരു രാജ്യത്തിന്റെ അല്ല, രാജ്യങ്ങളുടെ സീലുകൾ. ആത്മാവ് നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങിയ, ആത്മാവ് നിന്നെ പച്ചയാക്കാൻ തുടങ്ങിയ, നിന്റെ അകത്ത് ഹല്ലേലൂയ പച്ച പിടിക്കാൻ തുടങ്ങിയ ചില രാജ്യത്തിന്റെ വാതിലുകൾ ഹല്ലേലൂയ നീ പോലും ചിന്തിക്കാത്ത തരത്തില് ചില രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ, നിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ, ആത്മാവിൽ ഇന്ന് രാത്രി സ്വീകരിക്കുന്നവരുടെ മേൽ ആ സാന്നിധ്യം ഇന്ന് രാത്രി തുറന്നു വരുന്നു. ഓ ശബലമന വൈഡമാരവ ആർത്തരമന. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ഭക്തനോട് പറയുക, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്, അവർ മഴയ്ക്കെന്ന പോലെ കാത്തിരിക്കുമെന്ന്. കാരണം എന്താ? മഴ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാ, മഴ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാ. ഹല്ലേലൂയ. മഴയ്ക്കെന്ന പോലെ കാത്തിരിക്കുമെന്ന്. ഞാൻ ഇറങ്ങി പറഞ്ഞ ഒന്നുകൂടെ പറയാ, ചില രാജ്യത്തിന്റെ ഹല്ലേലൂയ ഒന്നുകൂടെ പറഞ്ഞ ചില എംബസികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞ, ഈ 2-ാം മാസം നിങ്ങൾ അത് സ്വീകരിക്കുന്നെങ്കിൽ അടുത്ത ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ ഡോർ സ്വതവേ തുറക്കുന്നു. ഓ ശബലമന വൈഡമാരവ ആർത്തരമന വൈഡാരഗദന. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകളുടെ വഴിയെ അടച്ചു വെച്ച ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച്, അഭിഷക്തർ ഞങ്ങൾ ഒരുമിച്ച് തുറക്കുന്നു. ഓ ശബലമന വൈഡാരഗദന. സുനിൽ ജോൺ, ചില രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുകയാ, സ്വതവേ തുറക്കുന്നത് പോലെ. ഹല്ലേലൂയ. സ്വതവേ തുറക്കുന്നത് പോലെ ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ ഒക്കെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഡോറുകൾ ആരും ഓപ്പൺ ആക്കാത്തതുപോലെ, ഒരു കൈയും തൊടാതെ തനിയെ തുറക്കുന്നത് പോലെ ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലകളിൽ ഒരു കൈ ചലിപ്പിക്കാതെ, മാനുഷികമാനിന്റെ ഒരു കൈ ചലിപ്പിക്കാതെ ഇന്ന് രാത്രി ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ആ നിയോഗം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ശബലമന വൈഡമാരവ ആർത്തന രഗദന. ഹല്ലേലൂയ. ഏത് മണ്ണിനകത്ത് നിന്നെ കൊണ്ട് ഒതുക്കിയാ നോക്കിയാലോ, ഏത് മണ്ണിനകത്ത് നിന്റെ കുറ്റി താന്നു പോയാലോ, എത്ര വർഷം പഴകിപ്പോയാലോ, ഇന്ന് രാത്രി നിയോഗം ചലിപ്പിക്കുന്നെങ്കിൽ, നിയോഗത്തോടെ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ അതിനകത്തു നിന്ന് ഒരു വലിയ വൃക്ഷമായി നീ മൂളാമട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം ആ സാന്നിധ്യം ശക്തിയോടെ ചലിക്കുകയാ. ഏതൊക്കെയോ മേഖലകൾ ഇതുവരെ അടയപ്പെട്ട് കിടക്കുന്നത് ഇന്ന് രാത്രി സ്വർഗം തുറക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാനുഷികമായുള്ള നിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞു. മാനുഷികമായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇന്ന് രാത്രി പറഞ്ഞു സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്നു യേശുവിന്റെ നാമത്തില്. ഓ ശബലമന വൈഡാരഗദന അഡഗ രഗദന വൈഡവലബ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലരൊക്കെ ഹല്ലേലൂയ ചില പുതിയ തളിരായി പുറത്തു വരുന്നെന്ന് ഞാൻ പറഞ്ഞ ആത്മാവിൽ നിന്ന് രാത്രി നിങ്ങൾ സ്വീകരിക്കുക. ചില പുതിയ തളിർപ്പായി ഇന്നലെ വരെ നിങ്ങളെ കണ്ടവര് ഹല്ലേലൂയ തിരിച്ചു പറയുന്ന, അതൊരു നല്ല വൃക്ഷമായല്ലോ, അതൊരു നല്ല മരമാണല്ലോ എന്ന് ഇന്നലെ വരെ കണ്ടപ്പോ എന്താ പറഞ്ഞെന്നറിയാമോ? അത് ഉണക്ക വൃക്ഷമാ, അതിനെ വെട്ടി അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ, അതിനെ വെട്ടി തീ അരിക്കാനേ കൊള്ളത്തുള്ളൂ, ഇവൻ വളരത്തില്ല. സ്വർഗം പറയുന്നു, ഇല്ല കുഞ്ഞെ, ആ പൊട്ടക്കിണറ്റിനകത്തു നിന്ന് പുറത്തു വാ. രാജ്യത്തിന്റെ അധിപതിയായി, ദേശത്തിന്റെ അധിപതിയായി നിന്റെ മേലൊരു നിയോഗം ഇന്ന് രാത്രി ദൈവം തുറന്നു വിടുന്നു. ഓ
ഓ ശബരബന വൈഡബാലബ ആർച്ചന രഗദന വൈഡ രഗദന. യേശുവിന്റെ നാമത്തിൽ ചില പുതിയ നിയോഗങ്ങൾ ആത്മാവിൽ നിന്ന് രാത്രി ചലനമേൽ വീഴുന്നു. ഓ റബലഗ ശംദരമന. ചില ഉണങ്ങിയ മേഖലകൾ ഇന്ന് രാത്രി ചലനം മുന്നിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാ. ചില ഉണങ്ങിയ മേഖലകൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ചില പേപ്പറുകളുടെ മേൽ ആത്മാവിന് രാത്രി ചലിക്കുകയാ. ഒരിക്കലും ചലിക്കത്തില്ലെന്ന്, ഒരിക്കലും ഇതിനകത്തു നിന്ന് ഹല്ലേലൂയ തളർപ്പ് വരത്തില്ലെന്ന്, ഒരിക്കലും ഇതിനകത്ത് നന്മ വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ ചില പേപ്പറുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാ നിയോഗത്തോടെ ഇന്ന് രാത്രി മൂവ് ആകുന്നു. ഓ സ്വീകരിക്കാൻ രാത്രി എത്ര പേരുണ്ട്? രാജ്യത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല. ഇതുവരെ നീ കേട്ടത് നടക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നിനക്ക് അതിനു വേണ്ടി ദൈവം തുറന്നു വിടുകയാ. ഒന്ന് വിശ്വസിക്കാമോ? ഫെബ്രുവരി തീരുന്നതിന് മുന്നേ ഞാൻ കേട്ടത് ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുമെന്ന് ഞാൻ കേട്ടത് ഫെബ്രുവരിയിൽ ഞാൻ കേട്ടത് ഫെബ്രുവരി തന്നെ എന്റെ മൂള പൊങ്ങി വരുമെന്ന്. ഓ ശബലമന വൈഡബാരബ ആർച്ചര രഗദന വൈഡബലബ. യേശുവിന്റെ നാമത്തില് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവെന്തോ എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഉണങ്ങിയ ചില മേഖലകൾ ഇന്ന് രാത്രി സ്വർഗം ഹല്ലേലൂയ ചലിപ്പിക്കാൻ തുടങ്ങുകയാ. നീ അത് കാണാൻ പോകുകയാണെന്ന്. ഉണങ്ങിയ ചില മരങ്ങൾ ഓ രഗദന വൈഡബാരബ ഞാനത് വിശ്വസിക്കുകയാ. ഇന്ന് ഈ 45 പേരുടെ മേലോ ഹല്ലേലൂയ അത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. ഉണങ്ങിയ ചില മേഖലകൾ വരുന്ന ദിവസങ്ങളിൽ തളിരിടുന്നത് കേൾക്കുവാൻ എത്ര പേര് രാത്രി റെഡിയാണ്? ഇതിനകത്ത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവേ സ്വർഗം അത് തുറന്നാട്ടെ. ഉണങ്ങിയ മേഖലകൾ ജീവൻ വെക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഗന്ധം കൊണ്ട്, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ആത്മാവിൽ ചിലത് ജീവൻ വെക്കട്ടെ. ശബരമന അടക രഗദന വൈഡവരവ യേശുവിന്റെ നാമത്തിൽ കർത്താവേ തളിരിടട്ടെ. എന്റെ മിനിസ്ട്രിയുടെ മേലെ ഇത് തുറന്നു വിടുന്നപ്പാ. ചില പുതിയ തളിർപ്പുകൾ യേശുവിന്റെ നാമത്തിൽ, ചില ബ്രാഞ്ചസുകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും, മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ തളിർപ്പുകൾ, പുതിയ നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.